ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് GNM ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ BSc നഴ്സിംഗ് GNM സ്റ്റുഡൻസ് ഒക്കെ പഠിക്കുന്നവർക്ക് കെയർ പ്ലാൻ എങ്ങനെയാണ് കെയർ പ്ലാൻ എഴുതുന്നത് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഹൈപ്പർ നെട്രീമിയ ഉള്ള പേഷ്യൻസിന് എന്താണ് കെയർ പ്ലാൻ ചെയ്യുന്നത്, എങ്ങനെയാണ് കെയർ പ്ലാൻ, കൂടാതെ എന്താണ് ഹൈപ്പർ നെട്രീമിയ, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് PSc എക്സാം എഴുതുന്നവർക്കും ബാക്കിയുള്ള സ്റ്റാഫ് നേഴ്സ് എക്സാം എഴുതുന്നവർക്കും അതുപോലെ GNM സ്റ്റുഡൻസിനും അല്ലെങ്കിൽ BSc നഴ്സിംഗ് സ്റ്റുഡൻസിനും ഇത് യൂസ്ഫുൾ ആണ്. ഹൈപ്പർ നെട്രീമിയ എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ഓഫ് സോഡിയം, നോർമൽ എന്ന് പറഞ്ഞാൽ 135-145 മില്ലിമോൾസ് പെർ ലിറ്ററിന് ഇടയിലാണ്. സോ ഇറ്റ് ക്യാൻ ലീഡ് ടു സിവിയർ കോംപ്ലിക്കേഷൻസ് പ്രൈമർലി ഡ്യൂ ടു ബ്രെയിൻ ഡിസ്ഫങ്ഷൻ. സിവിയർ കേസസ് ക്യാൻ കോസ് കൺഫ്യൂഷൻ, മസിൽ ടിച്ചസ്, സീഷേഴ്സ്, കോമ ആൻഡ് ഈവൻ ഡെത്ത്. അപ്പോൾ നമുക്ക് 5 സീക്വൻഷ്യൽ സ്റ്റെപ്സ് ഉണ്ട്, 6 സീക്വൻഷ്യൽ സ്റ്റെപ്സ് ഉണ്ട് നഴ്സിംഗ് പ്രോസസ്സിൽ. നഴ്സിംഗ് അസസ്മെൻറ്റ്, നഴ്സിംഗ് ഡയഗ്നോസിസ്, ഗോള്, പ്ലാൻ ഓഫ് ആക്ഷൻ ഓർ ഇൻ്റർവെൻഷൻ, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് റേഷണൽ ഇവാലുവേഷൻ. ഇങ്ങനെയുള്ള 6 സ്റ്റെപ്പ് നമുക്ക് നഴ്സിംഗ് പ്രോസസ്സിൽ വരുന്നുണ്ട്. അതിനകത്ത് നഴ്സിംഗ് അസസ്മെൻറ്റിൽ നമുക്ക് സബ്ജക്റ്റീവ് ഡാറ്റ ഉണ്ട്, ഒബ്ജക്റ്റീവ് ഡാറ്റ ഉണ്ട്. സബ്ജക്റ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് പറയുകയാണ്, പേഷ്യൻ്റ് സെയ്സ് ദാറ്റ് ഐ ഫീൽ ഫാറ്റിഗ് ആൻഡ് തേഴ്സ്റ്റ്. ഒബ്ജക്റ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞാൽ നേഴ്സ് അല്ലെങ്കിൽ ഡോക്ടർ ഒബ്സർവ് ചെയ്യുന്നതാണ്. സോഡിയം ലെവൽ ഈസ് ഇൻക്രീസ്ഡ്, ലാബ് ടെസ്റ്റ് ചെയ്യുമ്പോൾ സോഡിയം ലെവൽ കൂടുതലാണ്, 148 മില്ലിമോൾ പെർ ലിറ്റർ. ഹാർട്ട് റേറ്റ് 120 പെർ മിനിറ്റ് ആണ്. സോ ദ നഴ്സിംഗ് ഡയഗ്നോസിസ് വിൽ ബി റിസ്ക് ഫോർ ഹൈപ്പർനെട്രീമിയ റിലേറ്റഡ് ടു ഡിസീസ് കണ്ടീഷൻ. സോ ദാറ്റ് ഈസ് മേ ബി ഡീഹൈഡ്രേഷൻ, സിവിയർ ഡയറിയ, ബേൺസ്, പ്യൂർലി കൺട്രോൾ ഡയബറ്റീസ്, അങ്ങനെ ഏതെങ്കിലും. അപ്പോൾ റിസ്ക് ഫോർ ഹൈപ്പർനെട്രീമിയ എന്ന് പറഞ്ഞാൽ സോഡിയത്തിൻ്റെ അളവ് കൂടുതലാണ്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഡിസീസ് കണ്ടീഷൻ, ഡീഹൈഡ്രേഷൻ, സിവിയർ ഡയറിയ, ബേൺസ്, പൂർലി കൺട്രോൾ ഡയബറ്റീസ്, അത് ഏതെങ്കിലും ആയിരിക്കാം. അപ്പോൾ നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞാൽ ടു മെയിൻറ്റെയിൻ നോർമൽ സിറം സോഡിയം ലെവൽ. സോ പ്ലാൻ ഓഫ് ആക്ഷൻ, നഴ്സിംഗ് പ്ലാൻ, ഇൻക്രീസ് ദ പേഷ്യൻറ്റ് ഫ്ലൂയിഡ് ഇൻടേക്ക്. ഫ്ലൂയിഡ് ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിന് ഫ്ലൂയിഡ് ഇൻടേക്ക് കൂടുതൽ കൊടുക്കുക, കാരണം സോഡിയത്തിൻ്റെ അളവാണ് കൂടുതലുള്ളത്. അപ്പോൾ ഇൻക്രീസ് ദ പേഷ്യൻറ്റ് ഫ്ലൂയിഡ് ഇൻടേക്ക് ടു റീസ്റ്റോർ നോർമൽ സോഡിയം ലെവൽസ്. ഇപ്പോൾ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ സിറം സോഡിയം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഇവാലുവേഷൻ വരുന്നത്. സോ ഇൻക്രീസ് ഓർ എൻകറേജ്ഡ് ഓറൽ ഇൻടേക്ക് ഓഫ് ഫ്ലൂയിഡ്. ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇൻക്രീസ്ഡ് ഓർ എൻകറേജ്ഡ് ഓറൽ ഇൻടേക്ക് ഓഫ് ഫ്ലൂയിഡ്. അതിന് റാഷണൽ എന്ന് പറഞ്ഞാൽ ടു ഗ്രാജുവലി ബാലൻസ് ദ സോഡിയം ലെവൽ. ഇപ്പോൾ റാഷണലിനോട് വന്നിട്ട് ടു ഗ്രാജുവലി ബാലൻസ് ദ സോഡിയം ലെവൽ എന്നാണ് റാഷണൽ വന്നിട്ടുള്ളത്. Educate the patient to avoid food high in sodium such as processed food and canned vegetables. അപ്പോൾ നമ്മുടെ ഇംപ്ലിമെൻറ്റേഷൻ റാഷണൽ വന്നിട്ട് എഡ്യൂക്കേറ്റഡ്. ഇപ്പോൾ ഇവിടെ വരുന്നതിൻ്റെ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് എഡ്യൂക്കേറ്റഡ്. നമ്മൾ എഡ്യൂക്കേറ്റഡ് ചെയ്തു, പേഷ്യൻ്റെ റിലേറ്റീവ്സിനെ എഡ്യൂക്കേഷൻ ചെയ്തു. ടു അവോയ്ഡ് ഫുഡ് ഇൻ സോഡിയം സച്ച് ആസ് പ്രോസസ്ഡ് ഫുഡ്. ഇപ്പോൾ അച്ചാർ കുപ്പിയിലൊക്കെ ഇരിക്കുന്ന, അതുപോലെ ഒരുപാട് നാളിങ്ങനെ കുപ്പിയിലൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഫുഡ് ഒഴിവാക്കുക. കാൻഡ് വെജിറ്റബിൾസ്, റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഹാർട്ട് ഡിസീസ്. അപ്പോൾ അതിൻ്റെ റാഷണൽ വന്നിട്ട് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഹാർട്ട് ഡിസീസ്. അഡ്മിനിസ്റ്റർ മെഡിക്കേഷൻസ്. നമ്മൾ ഹൈപ്പർ നെട്രീമിയിലാണ് സോഡിയത്തിൻ്റെ അളവ് കൂടുതലാണ്, അതുകൊണ്ട് ഹാഫ് NS കൊടുക്കാവുള്ളൂ. ഒരു ഫുൾ NS എന്ന് പറഞ്ഞാൽ 0.9% ആണ്. ഹാഫ് NS എന്ന് പറഞ്ഞാൽ 0.45% നോർമൽ സലൈനാണ്. ഹാഫ് NS ഹൈപ്പോട്ടോണിക് സൊല്യൂഷനാണ് കേട്ടോ. Administered 0.45 normal saline, half NS, that is hypotonic solution to decrease the sodium levels. Next one, monitor lab values and seizure precautions. Monitored lab values and seizure precautions to prevent injury. അപ്പോൾ ഹൈപ്പർ നെട്രീമിയയുടെ ഒരു നഴ്സിംഗ് ഡയഗ്നോസ് ആണ് ഇത് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കാം സ്റ്റുഡൻസിനൊക്കെ. അപ്പോൾ ഈ ഒരു ചാനലിൽ ഇങ്ങനെ നഴ്സിംഗ് സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും ക്ലാസ്സുകൾ വരുന്നത്. ഇപ്പോൾ നഴ്സിംഗ് സ്റ്റുഡൻസിന് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും നഴ്സിംഗ് എക്സാമിന് വേണ്ടി പഠിക്കുന്നവരാണെങ്കിലും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ക്ലാസ്സുകൾ ഇംഗ്ലീഷിൽ കൂടുതൽ വേണമെങ്കിൽ അതും ഞാൻ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ക്ലാസ്സുകൾ ഇംഗ്ലീഷിലും ഈ ചാനലിൽ എടുക്കുന്നതായിരിക്കും. നമ്മുടെ നേഴ്സ് ക്യൂൻ യൂട്യൂബ് ചാനലിലാണ് കൂടുതൽ ക്ലാസ്സുകൾ വരുന്നത്. അപ്പോൾ ആ ചാനലിലൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്.